ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 കിലോ തക്കാളി കൊണ്ടാണ് നമ്മൾ ഇന്ന് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത കളറുള്ള തക്കാളി നോക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെച്ചപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അല്ലി ചേർക്കണം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചൊന്നും കൂടി പോകരുത് കേട്ടോ. ഇനി ഒരു ചെറിയ സവാളയുടെ 4/1 ഭാഗം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പീസ് സവാള തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 8 കുരുമുളക്, ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പൂവും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ആയിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളി നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 4.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി നന്നായിട്ട് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് നല്ലപോലെ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുക്കുന്നതിന് മുമ്പായി നമ്മൾ നേരത്തെ ഇട്ട ഏലക്കയും 2 ഗ്രാമ്പൂവും പട്ടയും മാറ്റിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. 2 ഗ്രാമ്പൂ അവിടെ തന്നെ നിന്നോട്ടെ. ഇപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും കട്ടിയിലാണ് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കി മധുരം വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ മധുരത്തിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറുകി വരുമ്പോൾ മധുരം കൂടി പോകരുത് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസി ആയാൽ ഫ്ലെയിം ഓഫാക്കാം. ഇത് കുറുക്കിയെടുക്കുമ്പോൾ മേലേക്ക് തെറിക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓഫാക്കിയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കഴുകി ഉണക്കിയ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് പുളിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയും വിനാഗിരിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതിനാൽ ഇതൊരു 4-3 ആഴ്ച വരെ സൂക്ഷിക്കാവൂ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.